ഹായ് ഓൾ, വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. ഇന്ന് നമുക്ക് കെത്ത് എക്സാമിനേഷനും സീറ്റഡ് എക്സാമിനേഷനും കോമൺ ആയിട്ട് ചോദിക്കുന്ന സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. പൊതുവെ തിയറിസ്റ്റുകളും ഒക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. നമുക്ക് എന്താണ് എല്ലാ എക്സാംസിനും ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ടതും ഒരേ രീതിയിലായിരിക്കത്തില്ല. ഒരു കൺസെപ്റ്റ് തന്നെ പല പല രീതിയിൽ ചോദിക്കും. അങ്ങനെ ചോദിച്ചിട്ടുള്ള റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം. Which of the following theories, while viewing children as active seekers of knowledge, emphasize the influence of social and cultural content on their thinking? അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. തിയറിസ്റ്റിൻ്റെ ഒന്നാമത്തെ കാര്യം എന്താണ്? കുട്ടികളെ എന്ത് ചെയ്യുന്നു? ആക്റ്റീവ് സീക്കേഴ്സ് ഓഫ് നോളജ് എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ എന്താണ്, എന്തിന് പ്രാധാന്യം കൊടുത്തു? സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോണ്ടൻറ്റ്. അവരുടെ തിങ്കിങ്ങിൽ സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോണ്ടൻറ്റിന് കൂടുതലായിട്ട് എന്താണ് പ്രാധാന്യം കൊടുത്തത് ആരാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ജോൺ ബി വാട്സൺ, വൈഗോട്സ്കി, പിയാഷെ, കോൾബർഗ്. 4 ഓപ്ഷനാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ രണ്ട് കൺസെപ്റ്റുമായിട്ട് ചേർത്ത് നോക്കുമ്പം എന്താണ് നമുക്കിവിടെ ആൻസർ വരിക? വൈഗോട്സ്കിയാണ് ഈ ഒരു ഐഡിയയ്ക്ക് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തത്. വാട്സൺ നമുക്കറിയാം ബിഹേവിയറിസമാണ്. അപ്പോൾ എന്താണ്, ആ ഒരു ബിഹേവിയറിസത്തിലൂടെ റീഇൻഫോഴ്സ്മെൻറ്റും ആ ഒരു കണ്ടീഷനിങ്ങും അതൊക്കെയാണ് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടത്. ഇവിടെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. പിയാഷെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കോഗ്നിറ്റീവിസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് കോഗ്നിറ്റീവ് ലെവൽസ് അവരെങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്ന ആ ഒരു കാര്യങ്ങളാണ്. then ലോറൻസ് കോൾബർഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മോറൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേജസ് ആണ് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ആൻസർ എന്താണ്? വൈഗോട്സ്കിയാണ്. വൈഗോട്സ്കിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഇപ്പം സ്കഫോൾഡിങ് ആണെങ്കിലും ZPD ഒക്കെ ആണെങ്കിലും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. While working on a jigsaw puzzle, 5-year-old Najma says to herself, "Where is the blue piece? No, not this one. Talk of one that would go here and make this shoe." This kind of talk is referred to by Vygotsky as Vygotsky ആയിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ് വന്നത്. 5 വയസ്സുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ അവർ കളിക്കുമ്പോഴൊക്കെ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനാണ് തന്നിരിക്കുന്നത്. 5 വയസ്സുള്ള ഒരു കുട്ടി ജിഗ്സാ പസിൽസ് അടുക്കി കളിക്കുന്ന സമയത്ത് അതിലൊരു പീസ് മിസ്സിങ് ആയിട്ടുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? പറയുകയാണ്, വെരിസ് ബ്ലൂ പീസ് എവിടെ? ഇതല്ല, കുറച്ചും കൂടെ ഡാർക്കർ ആയിട്ടുള്ളതാണ്. ഇത് ഫിറ്റ് ആയാൽ എന്താണ് ആ ഒരു പസിൽ, ആ ഒരു ഷൂ കംപ്ലീറ്റ് ആവുകയുള്ളൂ എന്ന് സ്വയം പറയുകയാണെങ്കിൽ നമുക്കറിയാം ആ പ്രായത്തിലുള്ള കുട്ടികൾ അങ്ങനെയൊക്കെ ഇരുന്ന് പറയാറുണ്ട്. ആ ഒരു സംഗതിയെ എന്താണ് വൈഗോട്സ്കി ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. പ്രൈവറ്റ് സ്പീച്ച്, ടോക്ക് അലൗഡ്, സ്കെഫോൾഡിങ്, ഈഗോസെൻട്രിക് സ്പീച്ച്. പ്രൈവറ്റ് സ്പീച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് അവിടുന്ന് തന്നെ ഏകദേശം ഉത്തരം കിട്ടിക്കഴിഞ്ഞു അല്ലേ. കുട്ടി ആരോടും ഒരു പ്രത്യേക വ്യക്തിയോട് സംസാരിക്കുന്നതായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വയം സംസാരിക്കുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും? പ്രൈവറ്റ് സ്പീച്ച് എന്നാണ് പറയുന്നത്. ടോക്ക് അലൗഡ്, സ്കെഫോൾഡിങ്, ഈഗോസെൻട്രിക് സ്പീച്ചൊക്കെ എന്താണ് ഇവിടെ വരില്ല. ടോക്ക് അലൗഡ് എന്ന് വെച്ചാൽ ഉറക്കെ സംസാരിക്കുകയാണ്. പക്ഷേ ഇവിടെ ആ ഒരു വൈഗോട്സ്കിയുടെ കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ എന്താണ് പ്രൈവറ്റ് സ്പീച്ചാണ് ഇവിടെ വരിക. സ്കെഫോൾഡിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൈത്താങ്ങാണ്. അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കൺസെപ്റ്റാണ്. കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് എന്താണ് കൈത്താങ്ങ് നൽകുക. മോർ നോളജബിൾ ആയിട്ടുള്ളൊരു വ്യക്തിക്ക് എന്ത് ചെയ്യാം, കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുന്ന ആ ഒരു കൈത്താങ്ങാണ്. എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കേണ്ട, കുട്ടിക്ക് സ്വയം ഒരു കാര്യം ചെയ്യാമെന്നുള്ള ലെവൽ എത്തുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു കൈത്താങ്ങ് പിൻവലിക്കാവുന്നതാണ്. അപ്പോൾ അതാണ് വൈഗോട്സ്കിയുടെ ടേമിൽ സ്കെഫോൾഡിങ് എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും ടീച്ചറിനൊരു സ്കെഫോൾഡറിൻ്റെ റോൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം. ദെൻ ഈഗോസെൻട്രിക് സ്പീച്ച് എന്ന് പറയുമ്പം നമുക്കറിയാം ഈഗോസെൻട്രിസം നമ്മൾ പിയാഷെൻ്റെ ഒരു സ്റ്റേജസ് പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന ഒരു സംഗതിയാണ്. ഈഗോസെൻട്രിക് ആയിട്ട് എല്ലാം കുട്ടിയുടെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു ടൈമിലുണ്ടാകുന്ന സ്പീച്ചിനെ നമുക്ക് ഈഗോസെൻട്രിക് സ്പീച്ച് എന്ന് പറയാം. അടുത്ത ചോദ്യം. Which of the following behaviors characterize the concrete operational stages as proposed by Jean Piaget? നമ്മൾ പിയാഷെയെക്കുറിച്ച് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു സംഗതിയാണ് പിയാഷെയുടെ ഈ ഒരു സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പോൾ അവിടെ എന്താണ് ഓരോ സ്റ്റേജിനും ഓരോരോ പ്രത്യേകതകൾ നമ്മൾ പഠിക്കും. ഒരു പ്രത്യേകതയിൽ പല പ്രത്യേകതകൾ കാണാൻ കഴിയും. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ട്രെൻഡ് നോക്കിക്കുക, ഒരൊറ്റ കൺസെപ്റ്റ് അല്ല നിൽക്കുന്ന 2 കാര്യങ്ങൾ വന്നിട്ട് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ ഹൈപ്പോത്തറ്റിക്കൽ ഡിഡക്ഷൻ റീസണിങ്, പ്രപ്പോസിഷണൽ തോട്ട്, കൺസർവേഷൻ, ക്ലാസ് ഇൻക്ലൂഷൻ, ഡെഫേർഡ് ഇമിറ്റേഷൻ, ഒബ്ജക്റ്റ് പെർമനൻസ്, മേക്ക് ബിലീവ് പ്ലേ, ഇറിവേഴ്സിബിലിറ്റി ഓഫ് തോട്ട്. അപ്പോൾ നോക്കി ഒരു കൺസെപ്റ്റ് മാത്രമുള്ള 2 കൺസെപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ 2 കൺസെപ്റ്റുകൾ ചേർന്ന് വരണം. അപ്പോൾ നമുക്ക് ഈ 4 സ്റ്റേജസ് പറയുമ്പോഴത്തേക്കും
നമ്മുടെ മൂന്നാമത്തെ സ്റ്റേജിനെ കുറിച്ചുള്ള ചോദ്യമാണ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിനെ കുറിച്ചുള്ള ചോദ്യമാണ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ എന്താണ്, അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തൊക്കെയാണ്? കൺസർവേഷൻ, ക്ലാസ് ഇൻക്ലൂഷനുമാണ്. അപ്പോൾ കൺസർവേഷൻ എന്നുള്ള ഒരു ഐഡിയ ഒക്കെ ആ ഒരു സ്റ്റേജിലെത്തുമ്പോഴാണ് കുട്ടിക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ. പിന്നെ അതോടൊപ്പം തന്നെ ക്ലാസ് ഇൻക്ലൂഷനും ഈ ഒരു സ്റ്റേജിലായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്തത് ദ പ്രൈമറി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ചിൽഡ്രൻ വിത്ത് ഡിസ്ലെക്സിയ ഇൻക്ലൂഡ്സ്. അപ്പോൾ നോക്കിയാൽ നമുക്ക് അടുത്ത പഠന വൈകല്യവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ കൃത്യമായിട്ട് ഓരോ പഠന വൈകല്യത്തെക്കുറിച്ചും കൃത്യമായിട്ട് ടീച്ചർമാർ അറിഞ്ഞിരിക്കണം അല്ലേ? ക്ലാസ് റൂമുകളിലെ കുട്ടികൾ പല തരത്തിലുള്ള ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ വരും. അപ്പോൾ നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ്, എല്ലാവരെയും ഒരേപോലെ ഒന്നിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് ആവശ്യമായിട്ടുള്ള പരിഗണന കൊടുത്തുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ക്ലാസ് റൂമുകളിൽ നമ്മൾ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ വരുത്തിക്കൊണ്ട് അവരെയും മറ്റുള്ളവരുടെ കൂടെ തന്നെ പഠിപ്പിച്ച് പോകാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ പഠന വൈകല്യത്തിൻ്റെയും കൃത്യമായിട്ടുള്ള ഫീച്ചേഴ്സ് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ ആ കുട്ടിക്ക് ആ ഒരു വൈകല്യം ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താനും അത് പരിഹരിക്കാനായിട്ടും സാധിക്കുകയുള്ളൂ. നോക്കാം. അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡേഴ്സ്, divergent thinking, fluency in reading, inability to read fluently, engaging in repetitive locomotor actions. അപ്പോൾ നോക്കിയാൽ നമുക്ക് ഡിസ്ലെക്സിയ എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം നമുക്ക് അവിടെ വരുമ്പോൾ ഡിസ്ലെക്സിയയും ഡിസ്ഗ്രാഫിയയും തമ്മിലൊക്കെ തിരിഞ്ഞു പോകും. എക്സാം ഹാളിൽ എത്തുമ്പോൾ അങ്ങനെയൊന്നും തിരിഞ്ഞു പോകാതെ കൃത്യമായിട്ട് പഠിക്കുക. ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് ഇനബിലിറ്റി ടു റീഡ് ഫ്ലുവൻ്റ്ലി, അത് റീഡിങ് ഡിസബിലിറ്റി ആണല്ലേ. റൈറ്റിംഗ് ആകുമ്പോൾ എന്താണ്, ഡിസ്ഗ്രാഫിയാണ്. നമുക്ക് ഗ്രാഫ് എന്നുള്ള ടൈം, ഗ്രാഫ് നമ്മൾ എഴുതുകയാണ്, അപ്പോൾ എഴുതുന്നതുമായിട്ട് കണക്ട് ചെയ്ത് ഡിസ്ഗ്രാഫിയ റൈറ്റിംഗ് ഡിസബിലിറ്റി ആണെങ്കിൽ ഡിസ്ലെക്സിയ എന്താണ്, അത് ഈ റീഡിങ് ഡിസബിലിറ്റി ആണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ നമുക്ക് എന്താണ്, ഇനബിലിറ്റി ടു റീഡ് ഫ്ലുവൻ്റ്ലി ആണ് ഡിസ്ലെക്സിയയുടെ ഒരു പ്രൈമറി ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്ത ചോദ്യം, ഇമോഷൻ ആൻഡ് കൊഗ്നീഷൻ ആർ ഡാഷ് ഈച്ച് അതർ. ഇമോഷനും കൊഗ്നീഷനും തമ്മിലുള്ള ബന്ധം എന്തെന്നുള്ള ഒരു ചോദ്യമാണ്. റീസെൻ്റ് ആയിട്ട് എക്സാംസിന് വന്ന ഒരു ചോദ്യമാണ്. കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ഫ്രം, ഇൻഡിപെൻഡൻറ്റ് ഓഫ്, ഇൻ്റർവോവൺ വിത്ത്, നോട്ട് റിലേറ്റഡ് ടു. അപ്പോൾ നോക്കാം, ഇമോഷനും കൊഗ്നീഷനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, അവയെ തമ്മിൽ നമുക്ക് വേർതിരിക്കാനായിട്ട് സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. എന്താണ്, ദേ ആർ ഇൻ്റർവോവൺ വിത്ത്. കൊഗ്നീഷനും ഇമോഷനും തീർച്ചയായിട്ടും കൊഗ്നീഷൻ ഇമോഷനെ അഫക്റ്റ് ചെയ്യും, ഇമോഷൻ കൊഗ്നീഷനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതെന്താണ്, നമുക്ക് ഒരിക്കലും ഇഴപിരിക്കാൻ കഴിയാത്ത ഒരു സംഗതിയാണ്. അപ്പോൾ ഈ കൊഗ്നീഷൻ ഇമോഷൻ എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും എന്തുകൊണ്ടാണ് ഇവർ ഇൻ്റർവോവൺ ആണെന്ന് പറയുന്നത് എന്നതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ വീഡിയോ ചെക്കൗട്ട് ചെയ്യുക. ഇതുപോലെ ഓരോ ടോപ്പിക്കിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഈ 5 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങളുടെ ഉത്തരം ശരിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്